ചിലർക്ക് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പാർട്ടി താല്പര്യമാകുന്ന ചങ്ങലകളാണ്. സംഗതിയൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. സംഗതിയൊക്കെ ഒരു ഭംഗിയുള്ള ഏർപ്പാടാണ്. ആ ടീം പറയുന്നിടത്ത് ഒരു കുഴപ്പമില്ല, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം അതിന് സമ്മതിക്കുന്നില്ല. ആവാം പാർട്ടി താല്പര്യങ്ങൾ ചങ്ങലകളാണ്, സാഹചര്യങ്ങൾ ചങ്ങലകളാണ്. ചേരയെത്തുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം നമ്മുടെ പ്രയോഗമാണ്. നടക്കൂല. ഇസ്ലാം ഇത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിയാനാ പറയുന്നത്. ഇത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിയാനാ പറയുന്നത്. അരുത് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇതല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവാം ഈ ചങ്ങലകൾ കൊണ്ടുദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് പൊട്ടിച്ചെറിയാൻ അധിക പേർക്കും കഴിയില്ല. അവർക്ക് സത്യം കേൾക്കും തോറും അവർ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ആയത്തിറങ്ങുമ്പോഴും അവർക്ക് കുഫ്ർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാ ഹുവ ശിഫാഉൻ വറഹ്മ, മാ ഹുവ ശിഫാ, സിദ്ധൌഷധമായ ചില ആയത്തുകൾ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചില കലിമത്തുകൾ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വറഹ്മത്തുൻ, അത് കാരുണ്യവുമാണ്, അത് സിദ്ധൌഷധമാണ്, അതോടൊപ്പം തന്നെ കാരുണ്യവുമാണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. എന്നാലോ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, അക്രമികൾക്ക് അത് നാശമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ഓരോ ആയത്തും റഹ്മത്തും ശിഫാവുമാണെങ്കിൽ അക്രമികൾക്ക് ഓരോ ആയത്തും നാശം വർദ്ധിപ്പിക്കേ ഉള്ളൂ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട്, എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഖുർആൻ അല്ലാഹു ഇറക്കിയത് ശിഫാഉം റഹ്മത്തുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ സിദ്ധൌഷധമാണ്, മരുന്നാണ്, രോഗശമനമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക രോഗത്തിനും ശിഫാ ആണ്, അതുപോലെ തന്നെ മാനസിക രോഗത്തിനും ശിഫാ ആണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അത് മാനസിക രോഗത്തിനു മാത്രമുള്ള ശിഫാ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പതുക്കെ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. ഖുർആൻ ഓതാം, മന്ത്രിക്കാം എന്നിടത്തൊക്കെ എത്തി. അതെ, ആ നല്ല മാറ്റം നല്ലതാണ്, കുറെ മാറാനുണ്ട് ഇനിയും എന്ന് മാത്രം. ഏതാവട്ടെ പറഞ്ഞു വരുന്നത്, എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും ഖുർആൻ ഓതി മന്ത്രിക്കുക, ദിക്റുകൾ ചൊല്ലി മന്ത്രിക്കുക, അതിലൊക്കെ എന്തോ ഒരു മനപ്രയാസം പലപ്പോഴും അനുഭവപ്പെടുന്നു. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അവർ ചോദിക്കാൻ, ഏതാനും ചില വാക്കുകൾ ഇങ്ങനെ മന്ത്രിച്ചതുകൊണ്ട് രോഗിക്ക് വല്ല ഗുണവും ഉണ്ടാവുമോ? രോഗം സുഖമാകും, മരുന്ന് പോലെ രോഗം സുഖമാകുന്ന, നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക മരുന്ന് പോലെയുള്ള മറ്റൊരു മരുന്നാണ് ഖുർആൻ ഓതി മന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയൂല. ചിലർ കുറച്ച് വാക്കുകൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറഞ്ഞിട്ട് ഫു എന്ന് പറഞ്ഞ് ഊതിയാൽ എങ്ങനെ രോഗം സുഖാവുമോ എന്ന് ചോദിക്കാറുണ്ട്. മരുന്ന് ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ അവൻ്റെ ശരീരത്തിൽ വരുന്നു. അപ്പൊ പനിയുള്ളവൻ്റെ ശരീരത്തിലുള്ള താപം അകറ്റാൻ അതിന് കഴിയും. അതുപോലെ ഈ വചനങ്ങൾക്ക് എന്ത് ശേഷിയുണ്ട്? വചനങ്ങൾക്ക് അതിലേറെ ശേഷിയുണ്ട്. ഒരു പണ്ഡിതനോട് തർക്കിക്കാൻ വേണ്ടി ഒരാൾ കടന്നു വന്നു ഒരിക്കൽ. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോ ഖുർആൻ ശിഫാ ആണ്. എങ്ങനെ? സാധാരണ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് പോലെ ശിഫാ ആണെന്നോ? തീർച്ചയായിട്ടും ഔഷധം പോലെ ശിഫാ ആണ് ഖുർആനും എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ചോദിച്ചു, മരുന്ന് കുടിച്ചാൽ അതിനുള്ള ഫലങ്ങൾ, ശരീരത്തിലേക്ക് കിട്ടേണ്ട ഫലങ്ങളൊക്കെ അതിലുണ്ട്, പക്ഷെ ഇതുകൊണ്ട് എന്താ ഉണ്ടാകുക? ഇപ്പോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കളറ് മാറ്റാൻ കഴിയും, അയാളുടെ ചൂട് കുറക്കാനും കൂട്ടാനും ഒക്കെ കഴിയും, അയാളുടെ ശരീരത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും അളവ് വർദ്ധിപ്പിക്കാനും കുറക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞിട്ട് എങ്ങനെ മനുഷ്യന്റെ കളറ് മാറ്റാൻ പറ്റുമോ? അയാളിലുള്ള അളവുകൾ കുറക്കാൻ, വസ്തുക്കളുടെ അളവുകൾ കുറക്കാനും കൂട്ടാനും പറ്റുമോ? ഇയാൾ പറഞ്ഞു മരുന്നിനേക്കാൾ കടുപ്പത്തിൽ കഴിയും.
ഇയാൾ ചോദിച്ചു അതെങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ കാണിച്ചു തരണമെന്ന് ചോദിച്ചു അദ്ദേഹം. ആ കാണിക്കണം. ഇയാൾ പറഞ്ഞത്രേ, പോടാ ഹംകെ അവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇയാളുടെ മുഖം കൊണ്ട് ചുവന്നു, ഞരമ്പൊക്കെ വീർക്കാൻ തുടങ്ങി. ഇയാൾ ചോദിച്ചു എന്തേ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, മരുന്നൊന്നും കുടിച്ചിട്ടില്ല, ഞരമ്പ് കുറെ വീർത്തിരിക്കുന്നു, മുഖത്തിന്റെ കളറ് മാറിയിരിക്കുന്നു. ഞാൻ ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഹംകെ എന്ന്. ഒറ്റ വാചകം കൊണ്ട് നീ എത്ര മാറി സുഹൃത്തെ. എന്നാൽ പരിശുദ്ധമായ വചനങ്ങൾ, അള്ളാഹുവിന്റെ ആരുറപ്പുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് ഫലിക്കില്ല എന്നാണോ ഇപ്പൊ നീ പറഞ്ഞത്? ഇത്രയും വൃത്തികെട്ട ഒരു പദം പറഞ്ഞിട്ട് എന്നിൽ മാറ്റമുണ്ടായില്ലേ? കെലിമത്തുകൾക്ക് മാറ്റമുണ്ട്, കെലിമത്തുകൾക്ക് സ്വാധീനമുണ്ട് എന്ന് അദ്ദേഹം ബുദ്ധിപരമായി സമർത്ഥിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് ഖുർആൻ ശിഫാഉം റഹ്മത്തുമാണ്. പക്ഷേ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസറാ, അതാ നമ്മുടെ വിഷയം. അക്രമികൾക്ക് ഇതുകൊണ്ട് നാശം മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ? ഒരാൾക്ക് മധുരം ഒരാൾക്ക് കയ്പും ആകുമോ ഒരു സാധനം? അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. ബുദ്ധിയുള്ളവരൊക്കെ പറയൂലേ ഇത്. ഖുർആൻ പറഞ്ഞതൊന്നും യുക്തിക്ക് നിരക്കാത്തതല്ല. ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ, വൽ ഖുർആനിൽ ഹകീം. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഒരാപ്പിൾ 2 കഷ്ണാക്കി, ഒരു കഷ്ണം ഒരാൾ തിന്നു, ഒരു കഷ്ണം മറ്റേ ആളും തിന്നു. രണ്ടാൾക്കും മധുരം തന്നെ അല്ലായിരിക്കും? ആയിരിക്കില്ലേ? രണ്ടാൾക്കും മധുരമായിരിക്കില്ല. ഒരാൾക്ക് കയ്പ് ഒരാൾക്ക് മധുരമാകുമോ? ആളുടെ അവസ്ഥക്കനുസരിച്ച് മാറും. എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാത്ത നല്ല ഒരാളാ തിന്നുന്നെങ്കിൽ അയാൾ പറയും നല്ല മധുരം, നല്ല ടേസ്റ്റുള്ള ആപ്പിൾ എന്ന് പറയും. നേരെ മറിച്ച് 15 ദിവസമായിട്ട് ടൈഫോയിഡായിട്ട് പനിച്ചു കിടക്കുന്ന ആൾക്ക് കൊടുത്തു നോക്കുമ്പോൾ കടിച്ചിട്ടൊരു വല്ലാത്ത കയ്പ് പറയും. ഇത് ആപ്പിളിന്റെ കയ്പുണ്ടാ? അല്ല, കുഴപ്പം ഇവനാണ്. കുഴപ്പം ഇവനാണ്, സാധനത്തിനല്ല കുഴപ്പം. അപ്പൊ ഖുർആനിന്റെ കുഴപ്പമല്ല, മുത്തുനബിയുടെ കുഴപ്പമല്ല, ഇവനിലാണ് രോഗമുള്ളത്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ മനസ്സ് രോഗബാധിതമാണ്, ഖുർആൻ പറഞ്ഞു. അപ്പൊ കുഴപ്പം യഥാർത്ഥത്തിൽ നമ്മളിലാണ്. ആ കുഴപ്പം നമ്മൾ തിരുത്താൻ നമ്മൾ മുതിരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ തഅജബൻ ലിഹസൂദിൻ റാഹ യുൻകിറുഹാ കത്തുങ്കിറുൽ ഐനു ദൗ അശ്ശംസി മിൻ റമദി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലാ തഅജബൻ, നീ അത്ഭുതപ്പെടണ്ട കേട്ടോ. ലിഹസൂദിൻ, അസൂയാലുവിനെ കണ്ട് നീ അത്ഭുതപ്പെടണ്ട. റാഹയുംഗിറുഹ, അയാള് മൂല്യങ്ങളെ നിഷേധിക്കാൻ ഒരുങ്ങുന്നു. വ്യക്തമായി തെളിഞ്ഞ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ ഒരുങ്ങുന്ന അസൂയാലുവിനെ, അയാളുടെ കാര്യത്തിൽ നിനക്ക് അത്ഭുതം വേണ്ട. കാരണം അയാളുടെ അസൂയ കൊണ്ടാണ് അയാൾ അതിനെ നിഷേധിക്കുന്നത്. സത്യമാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, അസൂയയാണ് അയാൾക്ക് കുഴപ്പമുള്ളത്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ അയാളല്ലേ പറഞ്ഞത്, അവിടെയാ കുഴപ്പോ. റാഹയുംഗിറുഹ, എന്നിട്ട് ഇമാം ബൂസീരി കൊടുത്ത ഉദാഹരണം കണ്ടോ, കത്തുങ്കിറുൽ അശ്ശംസി മിൻ റമദി. ചിലപ്പോഴൊക്കെ ചെങ്കണ്ണുള്ളവന്റെ കണ്ണ് സൂര്യപ്രകാശത്തെ നിഷേധിച്ചേക്കും. അത് അവന് ചെങ്കണ്ണുള്ളത് കൊണ്ടാണ്, സൂര്യന് പ്രകാശമില്ലാത്തത് കൊണ്ടല്ല. ചെങ്കണ്ണുള്ളവൻ പറയും തീരെ ലൈറ്റില്ല എന്ന് പറഞ്ഞേക്കാം, അത് അവന്റെ കുഴപ്പമാണ്. സൂര്യന് ഒരു കുഴപ്പവുമില്ല, സൂര്യന്റെ പ്രകാശത്തിനെന്താ ഇന്നൊരു മങ്ങലെന്നവൻ ചോദിച്ചേക്കാം, അത് അവന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. എന്നതുപോലെ അസൂയാലു മൂല്യങ്ങളെ നിഷേധിക്കുമ്പോ, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുമ്പോ, ഹബീബായ തിരുനബിയുടെ മുഅ്ജിസത്തുകളാകുന്ന ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുമ്പോ അവിടെയൊക്കെ കരുതണം, അത് അസൂയ മൂത്തിട്ടാണ്. എന്നിട്ട് പറയുന്നു വസ്സബാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. സൂറത്തു യാസീനിന്റെ 10ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് 11ാമത്തെ ആയത്തോടുകൂടെ ചർച്ച അവസാനിക്കും. 10ാമത്തെ ആയത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളുണ്ടല്ലോ നബിയെ, ആര്? താൽപര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, സ്വന്തം താൽപര്യങ്ങളെ തട്ടി മാറ്റാൻ കഴിയാത്തവരുണ്ടല്ലോ, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യർ. വസവാഉൻ അലൈഹിം,
അവരെ സംബന്ധിച്ചിടത്തോളം കണക്കാണ്. അന്തർത്തഹും നിങ്ങളവരെ താക്കീത് ചെയ്യട്ടെ, അംലം തുന്തിരുഹും അല്ലെങ്കിൽ നിങ്ങളവരെ താക്കീത് ചെയ്യാതിരിക്കട്ടെ, രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ബറാബറാണ്. അവർക്ക് രണ്ടും കണക്കാണ്. നിങ്ങൾ അവരോട് വാത് പറഞ്ഞാലും കണക്കാ, പറഞ്ഞിട്ടില്ലേലും കണക്കാണ്. ലാ യുഅ്മിനൂൻ, ഇല്ല കേട്ടോ, അവർ വിശ്വസിക്കുകയില്ല. അവര് നന്നാവൂല നബി, ഞങ്ങൾ അവരോട് വാത് പറഞ്ഞാലും കണക്കാണ് അല്ലെങ്കിലും കണക്കാണ് എന്ന് പറഞ്ഞാൽ അവർ നന്നാവൂല എന്ന ആശയം അത് വ്യക്തമായി പറയുകയും ചെയ്യും. വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. പക്ഷെ ഇവിടെ ആ പ്രയോഗത്തിൽ ഒരു കൃത്യത ശ്രദ്ധിക്കാനുണ്ട്. വസവാഉൻ അലൈഹിം, അവരുടെ മേലിൽ സമമാണ് നിങ്ങൾ അവരെ താക്കീത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. അവർക്ക് രണ്ടും കണക്കാണ്, പോലും നന്നാവൂല. അതേ ആശയം കിട്ടാൻ തന്നെ എങ്ങനെയും പറയാം. വസവാഉൻ അലൈക അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ, അങ്ങനെ പറഞ്ഞാലും ആശയം കിട്ടും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നുണ്ട്, നിങ്ങളവരെ താക്കീത് ചെയ്താലും കണക്കാ, താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും കണക്കാണ്. ലാ യുഅ്മിനൂൻ, അവർ നന്നാവില്ല, നിങ്ങൾക്ക് രണ്ടും കണക്കാണ്. നിങ്ങൾ വയല് പറയണവും കണക്കാക്ക, പറയാത്തതും കണക്കാണ്. അല്ല, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കണക്കല്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. അവർക്ക് രണ്ടും കണക്കാണ് നബിയെ, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും കണക്കല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. വസവാഉൻ അലൈക്കയല്ല, വസവാഉൻ അലൈഹിം, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. ഇനിയോ നിങ്ങൾ ചെയ്തിട്ട് ഫലിച്ചില്ലെങ്കിലോ അതിന് നിങ്ങൾ ഉത്തരവാദിയാണോ? അല്ല, നിങ്ങളുടെ ദൗത്യം നിർവഹിക്കപ്പെട്ടു, നിങ്ങൾ സന്തോഷിച്ചിരുന്നോളൂ, നിങ്ങൾക്ക് രണ്ടും കണക്കല്ല. നിങ്ങൾക്ക് ഉപദേശിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉപദേശിച്ചില്ലെങ്കിൽ നബിയെ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിറവേറ്റുകയില്ല. വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. അതുകൊണ്ട് തന്നെ പരന്നു കിടക്കുന്ന മനുഷ്യ പാരാവാരത്തിൽ നേരത്തെ പറഞ്ഞ മാറ്റുവീൻ ചട്ടങ്ങളെ എന്ന മുദ്രാവാക്യം ഉറക്ക വിളിച്ച സതുപദേശകർക്ക് നേരെ പല്ലിളിക്കാത്ത ഒരു ചെറിയ ന്യൂനപക്ഷത്തെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ നബിയേ. അവരെ പരതി കണ്ടെത്തലാണ് നിങ്ങളുടെ ബാധ്യത. അതിനെന്തു ചെയ്യണം? നിരന്തരം നിങ്ങൾ ഉപദേശിക്കുക, എല്ലാവരോടും പറയുക, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിർവഹിക്കുക. ആ നിർവഹണത്തിനിടയിൽ, കൃത്യനിർവഹണത്തിനിടയിൽ എവിടെയോ ഉണ്ടാകും നിങ്ങളുടെ വിളിക്കുത്തരം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടാകും. അവന്റെ ചെവിയില ശബ്ദം എന്നാണോ എത്തുന്നത്, ആ ശബ്ദം കേൾക്കപ്പെടും നബിയെ. അന്ന് ആ ശബ്ദത്തിന് അനുസരണ ലഭിക്കും നബിയെ. അതുവരെ നിങ്ങൾ പറയണം, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. എവിടോ ഉണ്ടാകും നല്ല മനുഷ്യന്മാർ. അവരാരാണെന്ന് അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നുണ്ട്. അതിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഒരാമുഖത്തിലൂടെ അങ്ങനെ സ്റ്റെപ്പ് കെട്ടി ഇങ്ങ് വരാമെന്ന് കരുതിയിട്ടാണ്. നബിയെ ഉത്ബോധിപ്പിച്ചോ, കൃത്യമായി ഉത്ബോധനം തുടർന്നു പോയിക്കോളൂ. അവസാനം ഏതോ മുഅ്മിനീങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആ ശബ്ദം കേൾക്കുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഈ ശബ്ദത്തിന് ഉത്തരം നൽകുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത്, മൊത്തം ജനങ്ങളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്രയാണ്. പിന്നെ റസൂലുള്ളാഹി അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്റെ ഒന്നാമത്തെ പാർട്ടി പ്രവർത്തകൻ, എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖാണെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് അത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നാണ്. പിന്നെ നബി അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം ഭാര്യ ഭർത്താവിന്റെ കൂടെയാണെന്ന് പറയുന്നതിന് അത്ര പ്രസക്തിയുണ്ടാവില്ല. അപ്പോ എന്റെ ഒന്നാമത്തെ പാർട്ടി പ്രവർത്തകൻ, എന്നെ മനസ്സിലാക്കി കടന്നു വന്ന എന്റെ ഒന്നാമത്തെ പ്രവർത്തകൻ അവ്വലു മൻ ആമന ബി അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു. പഠിച്ചവനെ, ആ മഹാനേതാവിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. സിദ്ദീഖുൽ അക്ബറിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ആ മുത്തുനബിയുടെ ചാരത്ത് നാളെ ഒത്തുകൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇന്നമാ അൻത മുദക്കിർ, നിങ്ങള്
ഉത്ബോധകൻ മാത്രമാണ് നബിയെ, വിളിക്കേണ്ട ചുമതലയെ നിങ്ങൾക്കുള്ളൂ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു അംബിയാഉ യാസീനിന്റെ പ്രഖ്യാപനത്തെ കുറിച്ച്. യാസീനിലെ അംബിയാക്കൾ, സൂറത്ത് യാസീനിലെ അംബിയാക്കൾ, അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇൻഷാ അല്ലാഹ് അത് നമ്മളെ നാളെയല്ല മറ്റന്നാൾ ആണ് ഹബീബുൻ നജ്ജാറും ആയി ബന്ധപ്പെട്ട കഥയിലേക്ക് വരിക. പ്രബലമായ അഭിപ്രായ പ്രകാരം അന്താക്കിയ ഗ്രാമവാസികളിലേക്കല്ല ഈ പ്രവാചകന്മാർ വന്നത് എന്നാണ്. ഇൻഷാ അല്ലാഹ് കിതാബുകളൊക്കെ വായിച്ച് ഞാൻ മറ്റന്നാൾ ആ കാര്യത്തെക്കുറിച്ച് പറയാം. ഭൂരിപക്ഷ ആളുകളും അന്താക്കിയയിലേക്കാണെന്ന് പറഞ്ഞെങ്കിൽ ചരിത്രപരമായി അന്താക്കിയയിലേക്കല്ല ഈ പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ടാണ് അതിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ പ്രവാചകന്മാരെ കുറിച്ച് അംബിയാഉ യാസീൻ എന്നാണ് ചരിത്രകാരന്മാർ പലപ്പോഴും എഴുതിയത്. യാസീൻ സൂറയിൽ പ്രതിപാദിച്ച അംബിയാക്ക് ഏതാ നാട്, എത്ര ആളായിരുന്നു, ഏതാണ് നാട്, അവരുടെ പേരെന്തായിരുന്നു, അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അന്ന് പറയാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ അദ്ദേഹത്തെ പ്രബലമാക്കണമെന്നാണല്ലോ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം അന്ന് സംസാരിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, നമുക്ക് വ്യക്തമായ പ്രബോധന ചുമതല മാത്രമേ ഉള്ളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. എല്ലാ ജുമുഅക്കും നമ്മൾ കേൾക്കുന്നതാണ്. സൂറത്തുൽ ഗാശിയയിൽ ഇമാമുമാർ ഓതുന്നത് കേൾക്കുന്നതാണ്. വലസ്ത അലൈഹിം ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നബിയെ, നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന് അവരെ ബലാത്കാരം നടത്തി വടിയെടുത്ത് പിന്നാലെ നടന്ന് തെളിച്ച് പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടേണ്ട ആളല്ല. നിങ്ങൾ അവരുടെ വാടനല്ല. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയേ ഉള്ളൂ. തള്ളുന്നവർ തള്ളട്ടെ, കൊള്ളുന്നവർ കൊള്ളട്ടെ. കൊണ്ടാലതിന്റെ നേട്ടം അവന്, കൊണ്ടാലതിന്റെ നേട്ടം അവന്, തള്ളിയാലതിന്റെ കോട്ടവും അവനു തന്നെ. നബിയേ, നിങ്ങളതിൽ വിഷമിക്കേണ്ടതില്ല. ഇനി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയെ, എന്നാ നിങ്ങൾക്ക് ഫലവത്തായ താക്കീത് നടത്താൻ കഴിയുന്നത് ആരെയാണ്? ചെറിയൊരു ന്യൂനപക്ഷത്തെയാണെന്ന് പറഞ്ഞല്ലോ. ആ ന്യൂനപക്ഷത്തിന്റെ ഗുണമെന്താണ്? അവരിൽ രണ്ട് ഗുണങ്ങൾ തെളിഞ്ഞു നിൽക്കും. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. നബിയെ, നിങ്ങൾക്ക് ഫലവത്തായ താക്കീത് നൽകാൻ കഴിയുക, നിങ്ങൾക്ക് താക്കീത് ചെയ്ത് നന്നാക്കാൻ കഴിയുക മനിത്തബഅ ദിക്റ, ഉത്ബോധനത്തെ പിന്തുടരുന്നവനെ മാത്രമാണ്. ഉത്ബോധനത്തെ അനുധാവനം ചെയ്യുന്ന ടീമിനെ മാത്രമേ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയുള്ളൂ. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. രഹസ്യ ജീവിതത്തിൽ പടച്ച റബ്ബിനെ പേടിക്കാൻ തയ്യാറാവുകയും വേണം. ബിൽ ഗൈബ് എന്നതിന് കുറെ അർത്ഥങ്ങളുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അവരർത്ഥം പറഞ്ഞത്. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്തവരെ മാത്രമേ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയൂ. ഫബശ്ശിർഹു. അങ്ങനെയുള്ള ടീമിന് നബിയെ നിങ്ങൾ സുവിശേഷം അറിയിക്കണം, അവർക്ക് സന്തോഷ വാർത്ത നൽകണം. ബിമഗ്ഫിറ, വിശാലമായ പാപമോചനമുണ്ടെന്ന്. പാപ മോചനം അവർക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ അവരോട് പറയണം നബിയെ. പാപമുക്തി ലഭിക്കും. വഅജ്രിൻ കരീം, ഉദാരമായ പ്രതിഫലവും നൽകും അല്ലാഹു. ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം എന്നത് അവസാനം നന്നായി പറയണമെന്നൊക്കെ കരുതിയിരുന്നതായി എത്തോ എന്ന് പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു വരാം. രണ്ട് വിഷയം നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, വയല് കേട്ടിട്ട് നന്നാവണമെങ്കിലേ രണ്ട് കൂട്ടരേ നന്നാവുള്ളൂ എന്നപ്പോ പറഞ്ഞു. രണ്ട് ഗുണമുള്ളവര്, അത് രണ്ടും നമ്മളിലുണ്ടോന്ന് പരിശോധിക്കണം. അതിനപ്പോ പറഞ്ഞത് മനിത്തബഅ ദിക്റ, ഒന്ന് വയലിനെ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ വയല് കേൾക്കാൻ വരണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാ, കേൾക്കാൻ വരണം. അതിന് കേൾക്കാൻ തന്നെ ഞാൻ പോണില്ല, നന്നായി പോവോന്ന് പേടിച്ചിട്ട് ഈ ടീം നന്നാവൂല. കേൾക്കാൻ തന്നെ പോകുന്നില്ല. ഉത്ബോധനം കേൾക്കാൻ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മനിത്തബഅ ദിക്റ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ ഇന്നും ഇന്നലെയും ഒരുപോലെ നിറഞ്ഞുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ചെറിയ ഭാഗ്യമല്ല. ഇൽമിന്റെ മജ്‌ലിസിൽ ഇത്രയും ആളുകൾ ഉണ്ടാകുമ്പോൾ എത്ര ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കൈക്കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ട.
ഉറങ്ങാത്ത ചെറിയ മക്കളുണ്ടെങ്കിൽ അവരോടും കൂടെ ആമീൻ പറയണം. കാരണം ആ മക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഇവരെല്ലാവരും കൂടെ ദുആ ചെയ്യുമ്പോൾ ഈ സദസ്സ് അല്ലാഹു തട്ടുമോ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സ് ഭൂമിയിൽ ഏറ്റവും സമൃദ്ധമായ വേദിയല്ലേ. അൽ ഖുർആനു മഅ്ദുബത്തുല്ലാഹി ഫിൽ അർള് ഫഅഖ്ബിലൂ അലാ മഅ്ദുബതിഹി മസ്തതഅ്തും സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അൽ ഖുർആനു മഅ്ദുബത്തുല്ലാഹി ഫിൽ അർള്. ഖുർആൻ ഈ ഭൂമിയിൽ ഏറ്റവും വിഭവ സമൃദ്ധമായ സദ്യയാണ്. മഅ്ദുബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സദ്യ എന്നാണ്. പാർട്ടി ഒരുക്കുക. അപ്പൊ ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല പാർട്ടി, ഒരു പാർട്ടി കേമമാകുന്നത് എപ്പോഴാ? നമ്മളൊക്കെ ഇന്നൊരു നോമ്പും സൽക്കാരം കഴിഞ്ഞ് നാളെ ഒരു നോമ്പും സൽക്കാരവും കഴിഞ്ഞ് വന്നാൽ ചെറുപ്പക്കാരിറങ്ങിയിട്ട് പരസ്പരം ഒരു കമ്പയറിംഗ് ഉണ്ട്. എന്താണത്? വിഭവങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്നലെ നീ പോയിരുന്ന സൽക്കാരത്തിൽ എന്തൊക്കെയാ വിഭവങ്ങളുള്ളത്? അവിടെ നിരത്തിയ വിഭവങ്ങളുടെ ആധിക്യത്തിനനുസരിച്ചാണ് പാർട്ടി കേമമാകുന്നതെങ്കിൽ വിജ്ഞാന പാർട്ടിയിൽ ഏറ്റവും വലിയ പാർട്ടി അത് ഖുർആനാണ്. കാരണം ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. എല്ലാ വിജ്ഞാന ശാഖകളും ഈ ഖുർആനിലില്ലേ? എല്ലാം ഇതിലുണ്ടല്ലോ. ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല. കരയാനും ചിരിക്കാനും സന്തോഷിക്കാനും ഗൗരവപ്പെടാനും എല്ലാം വിശുദ്ധ ഖുർആനിലുണ്ട്. മാത്രമല്ല വിജ്ഞാന ശാഖകൾ ഏതുണ്ടോ, ബയോളജി ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, ഏത് വിഷയങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. കാർഷിക രംഗം വിശുദ്ധ ഖുർആനിലുണ്ട്. ആകാശവും ഭൂമിയും വിട്ടുപോയിട്ടില്ല. മലയും പരപ്പും വിട്ടുപോയിട്ടില്ല. വെയിലും മഴയും വിട്ടുപോയിട്ടില്ല. വെളിച്ചവും ഇരുട്ടും വിട്ടുപോയിട്ടില്ല. എല്ലാം ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാം ഖുർആനിലുണ്ട്. ലാക്കിൻ പക്ഷേ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. ചിന്തിക്കുന്നവരുടെ ചിന്ത വളരെ പരിമിതമാണെന്ന് മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ കണ്ണുള്ളവരിങ്ങനെ നോക്കിയപ്പോ അവര് ചെറിയ ചില ഭാഗങ്ങൾ അത്രയല്ലേ ഏതു വലിയ ചിന്തകനും എത്തിയിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാവരുടെ പേരിലും തർളിയത്തും മർഹമത്തും ചൊല്ലണം. ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുവി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ 35ഓളം വരുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ ചാരത്തു നിന്ന് സൂറത്തു യാസീനിലേക്ക് നോക്കിയപ്പോ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, രൂപപ്പെട്ട ആശയങ്ങൾ വളരെ വലുതാണ്. അത് ക്രമീകരിച്ച് 2 മണിക്കൂറിനുള്ളിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഖുർആൻ വല്ലാത്ത ഒരു സമുദ്രയാത്രയാണ് കേട്ടോ. വിശുദ്ധ ഖുർആനിലൂടെ കൂടെയുള്ള യാത്ര. ഇതിന് കരയില്ല, കടലാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ ആ ഖുർആൻ എവിടെ സംഘടിപ്പിക്കുന്നു ആ വേദിയിൽ നിങ്ങളെത്തണം. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ പറയുന്ന വഅദിന്റെ മജ്ലിസുകളിൽ നിങ്ങളെത്തണം. ഒന്നാമത്തെ ഡിമാൻഡ് വഅദ് കേൾക്കണമെന്നതാണ്. വഅദ് കേട്ടതുകൊണ്ട് നന്നാകുമോ? അത് തന്നെ ഖുർആൻ പറഞ്ഞു എന്ന് കരുതി, ആ ഖുർആൻ പറഞ്ഞു എന്ന് കരുതി സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പറയുന്നവനെ നോക്കണം, അവനേതാശയക്കാരനാണെന്ന് നോക്കണം, അവന്റെ ആശയം എന്താണ്, അവന്റെ മനസ്സെന്താണെന്ന് പരിശോധിക്കണം. കാരണം ഖുർആനിനെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ പറ്റില്ല. ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾക്ക് ഹിദായത്ത് കിട്ടും. യഹ്ദീ ബിഹി കസീറ, അതേ രൂപത്തിൽ തന്നെ വയുദില്ലു ബിഹി കസീറ. അപ്പൊ നേരെ ചൊവ്വേ കഴിഞ്ഞുപോയ മഹാന്മാര് വിവരിച്ചതുപോലെ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന സദസ്സിൽ ഗീബത്തും നമീമത്തും പറയാത്ത വേദികളിൽ, വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ വെച്ച് തെറി പറയാത്ത വേദികളിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് പങ്കെടുക്കണം. മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. രണ്ടാമത്തേത് വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുകയും വേണം. വഅദ് കേട്ടതുകൊണ്ട് മാത്രം നന്നാവൂല. അങ്ങനെ അന്നകാണിപ്പോ നമ്മളൊക്കെ നന്നാവണം. വഅദ് കേട്ടതുകൊണ്ട് മാത്രമായില്ല.
വഖശിയർ റഹ്മാന, പടച്ചോനെ പേടി വേണം, അപ്പോഴേ നന്നാവൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വഖശിയർ റഹ്മാൻ, അല്ലാഹുവിനെ ഭയപ്പെടുകയും വേണം. ആ മനുഷ്യനു മാത്രമേ യഥാർത്ഥത്തിൽ നേർമാർഗം കണ്ടെത്തിക്കാൻ കഴിയൂ. നബിയെ, അവനെ മാത്രമേ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയൂ. ഇനി വഖശിയർ റഹ്മാന എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം പറഞ്ഞു, ബിൽ ഗൈബ്, കാണാത്ത റബ്ബിനെ ഭയപ്പെടുക, കാണാത്ത ശിക്ഷയെ ഭയപ്പെടുക, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുക. ബിൽ ഗൈബ്, ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുക. ഇതൊക്കെ മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥമാണ്. എങ്ങനെയാണ് ഈ അർത്ഥങ്ങളൊക്കെ വരുന്നത്? അല്ലാഹുവിനെ പേടിക്കണം ബിൽ ഗൈബ്, അഭാവത്തിലുള്ള റബ്ബിനെ, കാണാത്ത റബ്ബിനെ പേടിക്കണം. ആദ്യം നമുക്ക് ബിൽ ഗൈബ്, കാണാത്ത ശിക്ഷ കാരണമായി അല്ലാഹുവിനെ ഭയപ്പെടണം. ഒന്നാമത്തെ അർത്ഥം അങ്ങനെ കൊടുക്കാം. കാണാത്ത ശിക്ഷ, ശിക്ഷ ഗൈബാണ്, നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല. മൂമിനീങ്ങളുടെ ഈമാനൊക്കെ ഗൈബല്ലേ? മൂമിനീങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഗൈബാണ്. അപ്പോഴല്ലേ ഈമാൻ എന്ന് പറയാനും പറ്റുള്ളൂ. നമ്മുടെ കൺമുമ്പിലുള്ള ഒരു സാധനത്തെക്കുറിച്ച് ഈമാൻ ഉണ്ട് എന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഉദാഹരണം, ഈ മൊബൈൽ ഫോൺ, എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമല്ല എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ അങ്ങേപ്പുറത്ത് വെച്ചതാണ്, ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ എന്നോട് പറയണം അവിടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ഞാനത് വിശ്വസിച്ചു. അതിനാ വിശ്വാസം എന്നറിയാം. കണ്ണിലിങ്ങനെ കണ്ടിട്ട് ഞാനിത് വിശ്വസിക്കുന്നു പറയുന്നതിന് അർത്ഥമില്ല. അല്ലദീ, അതുകൊണ്ടാണ് യുഅ്മിനൂന ബിൽ ഗൈബ്, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീങ്ങൾ ഗൈബായ കാര്യങ്ങളെ കൊണ്ടാ വിശ്വസിക്കുന്നത്. അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ കണ്ടിട്ടില്ല. ഈമാൻകാർ ഒക്കെ ഗൈബാ. അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ കണ്ടിട്ടാണോ വിശ്വസിക്കുന്നതല്ല. റസൂലുള്ളാഹി, മുർസലീങ്ങൾ അവരെ കണ്ടിട്ടാണോ? വ്യക്തികളെ കണ്ടതുകൊണ്ട് കാര്യമല്ലല്ലോ. റിസാലത്ത് എന്ന സംഗതി നമ്മൾ കണ്ടിട്ടില്ല. പ്രവാചകത്വമുണ്ടെന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവുകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുക. ഏതുപോലെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയത് ദൃഷ്ടാന്തങ്ങൾ വഴിയാ. അള്ള ഉണ്ടെന്ന തെളിവുകൾ വെച്ചിട്ടാണ് അള്ള ഉണ്ട് എന്നുള്ളത് കേട്ടത്. എന്നതുപോലെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ എന്നാ സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന വരാൻ പോകുന്നുണ്ട്. സൂറത്തു യാസീനിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് പറയാം. അസാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്, പക്ഷേ തീർത്തും മനുഷ്യ പ്രകൃതിയിലാണ്. ആ ആള് കടന്നുവെന്ന് പറയുമ്പോ ഞങ്ങളെപ്പോലെ തന്നെ നിനക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ, കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു. ആ അംഗീകാരം അത് ഗൈബാണ്. റിസാലത്ത്, പ്രവാചകത്വം അത് നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് മുർസലീങ്ങൾ, മലായിക്കത്ത് ഗൈബാണ്. മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം, കിതാബും കിതാബാണ് എന്ന് വിശ്വസിക്കുക. പുസ്തകങ്ങള്, വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രതി ഇതൊരു പുസ്തകമാണ്, പക്ഷേ ഇത് ഖുർആനാണ് എന്ന് വിശ്വസിക്കുന്നത് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചതുകൊണ്ടാണ്. ഗൈബാണ്. അതുപോലെ തന്നെ യൗമുൽ ആഖിർ കൊണ്ടുള്ള വിശ്വാസം ഗൈബാണോ എന്ന് പറയേണ്ടതില്ല, എല്ലാം ഗൈബാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്ന ആയത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കാണാത്ത ശിക്ഷയിൽ അല്ലാഹുവിനെ ഭയക്കണം. കാണാത്ത ശിക്ഷ കാരണമായി പടച്ച റബ്ബിനെ ഭയപ്പെടാൻ തയ്യാറാവണം. അവരെ മാത്രമേ നബിയെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റൂ. ഞമ്മക്കുള്ള കുഴപ്പം അതാണ്. ഇതൊന്ന് കേൾക്കുക. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ അതിൽ ഫലിക്കാനുള്ളത്. നമുക്ക് ഫലപ്പെടാനുള്ള ഭാഗതാണ്. ശിക്ഷ കണ്ണുകൊണ്ട് കണ്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. കാണാത്ത ശിക്ഷയിൽ ഭയപ്പെടാൻ കഴിയണം. കണ്ട ശിക്ഷയിൽ ഭയപ്പെടാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാവരും ഭയപ്പെടും. ശിക്ഷ കണ്ടാൽ അവിശ്വാസികൾ വരെ നാളെ പരലോകത്ത് നിന്ന് ഭയപ്പെടുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഭയപ്പെട്ടിട്ടൊരു കാര്യമില്ല. കാണാത്ത ശിക്ഷയെ ഭയപ്പെടാൻ കഴിയണം. ശിക്ഷ കണ്ടിരുന്നെങ്കിൽ നമ്മളാരും തെറ്റ് ചെയ്യില്ല. നേരെ മറിച്ച് കാണാത്ത ശിക്ഷയുണ്ടെന്ന് ഉറക്ക വിശ്വസിച്ച് അതിനനുസരിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് അല്ലാഹു നാളെ സ്വർഗം നൽകും, ഉറപ്പാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. പടച്ചോന്റെ അടുത്തുള്ള ശിക്ഷ ഭയന്നിട്ട് സ്വന്തം താൽപര്യങ്ങളിൽ നിന്ന് ശരീരത്തെ നിയന്ത്രിച്ചവരാരുണ്ടോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന്റെ അഭയകേന്ദ്രമാണ്, അവന്റെ പാർപ്പിടമാണ്. വിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ശിക്ഷ കൺമുമ്പിൽ കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആരെയും തെറ്റ് ചെയ്യോ? വേഗം പറഞ്ഞാൽ തിരിയും. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ 2 റൂമുണ്ടെന്ന് സങ്കല്പിച്ചു. ഇവിടെ 2 റൂമുണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് മഹാന്മാർ കിതാബിൽ പറഞ്ഞ ഉദാഹരണം. എന്തിന്? നമുക്ക് വേഗം ബോധ്യപ്പെടാൻ വേണ്ടി. 2 റൂമുണ്ട്. ഒരു റൂമിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും, കരണ്ടുണ്ട്, അതേ വെളിച്ചമുണ്ട്, കാറ്റുണ്ട്, വെള്ളമുണ്ട്, കിടക്കാൻ നല്ല ഭംഗിയുള്ള മെത്തയുണ്ട്, എല്ലാമുണ്ട്. ആ റൂം അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് നിന്നെ 2 സുഹൃത്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാ ഈ റൂം കണ്ടോ, നീ ഈ റൂം എങ്ങനെ ഉണ്ട്? റൂമൊക്കെ ഉഷാറ. അപ്പോഴാണ് റൂമിന്റെ അപ്പുറത്ത് നിന്ന് ഒരുങ്ങി ചമഞ്ഞ് ഒരു 17കാരി അല്ലെങ്കിൽ ഒരു 18കാരി ഇങ്ങോട്ട് കടന്നു വരികയാണ്. മധുര 17കാരി എന്ന് സങ്കല്പിച്ചോ. അതൊക്കെ സങ്കല്പങ്ങളാണ്. എന്നിട്ട് ഈ കൊണ്ടുവന്ന 2 ആള് എന്നോട് നിങ്ങളോട് പറയണം, നമ്മൾ ആരെങ്കിലുമാണ് കൊണ്ടുവന്നത് നോക്കുക. ആ കൊണ്ടുവന്ന വ്യക്തിയുടെ പ്രായം കൗമാരപ്രായത്തിലാണ്, ടീനേജിലാണ് അവൻ ഉള്ളത് എന്നും കൂടെ സങ്കല്പിച്ചോ. എന്തിന്? വേഗം തിരിയാൻ വേണ്ടി. ഉദാഹരണം അപ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് തലയിൽ കയറും. ടീനേജ് പ്രായമാണ് എന്ന് പറഞ്ഞാൽ 13 to 19 പ്രായം. ഇതാണല്ലോ ടീനേജ്. ഇംഗ്ലീഷിൽ ടീൻ എന്ന ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന ഏജിനാണ് ടീൻ ഏജ് എന്ന് പറയുന്നത്. കൗമാരപ്രായം 13 തൊട്ടിട്ട് 19 വരെയുള്ള കാലഘട്ടം, 13 മുതൽ 10. ആ സമയത്ത് സെക്സ് ചങ്ങല പൊട്ടിച്ചോടുന്ന ഒരു സമയമാണ്. ഒരു വല്ലാത്ത ഭ്രാന്തിന്റെ കാലഘട്ടമാണ്. സെക്സ് തലത്തിൽ ഒരു ഭ്രാന്താണെന്ന് എന്തും ചെയ്തു കൂട്ടും. അതുകൊണ്ടാണ് ആ കൗമാരപ്രായത്തിലുള്ള മക്കളെ പഴയ കാലത്തൊക്കെ ഏത് ചെയ്തിരുന്നു. ആ സമയത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ കുട്ടികൾ വഴിപിഴക്കാൻ സാധ്യതയുള്ള സമയത്ത് നാട്ടിലെ കുട്ടികളെയൊക്കെ ദർസിൽ പറഞ്ഞേക്കുമായിരുന്നു. അപ്പൊ കേട് വരുന്നതിനൊരു പരിധി വരെ അത് വലിയൊരു നിയന്ത്രണമായിരുന്നു. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാടുകളൊക്കെ പിടുത്തം വിട്ടത്. കൂട്ടത്തിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് കൗമാരപ്രായത്തിലുള്ള ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരാളെയാ കൊണ്ടുവന്നത്. കയറ് പൊട്ടിച്ചോടുന്ന കാലഘട്ടമാണ് സെക്സ്. ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദാ ആ റൂമിന്റെ ചാവി അങ്ങോട്ട് കൊടുത്തു, കീ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈയും ഇവളും ഇതിൽ ഇന്ന് സുഖമായിട്ട് കഴിഞ്ഞു കുടിക്കോ, നാളെ നേരം വെളുക്കോളം ഇവളോടൊപ്പം സല്ലപിക്കാം, ഒരു വിഷമവുമില്ല, ആരും ശല്യപ്പെടുത്തില്ല, ഉത്തരവാദിത്വം മൊത്തം ഞങ്ങൾ ഏറ്റു. ഇവൻ ഈ ചാവി വാങ്ങോ വാങ്ങൂലേന്ന്? ഇതിനാ നിങ്ങൾ മറുപടി പറയേണ്ടത്. എന്ത്? വ്യഭിചാരം ഹറാമല്ല എന്ന് വെച്ചോ, ഇതൊക്കെ ഇപ്പൊ താൽക്കാലികമാണ്, ഇത് തിരിയാൻ വേണ്ടിയിട്ട്. വ്യഭിചാരം ഹറാമല്ല, അള്ളാഹ് ഹറാമാക്കിയ പണി അല്ല എന്ന് വെച്ചോളി, എന്നാ വാങ്ങോ വാങ്ങൂലേ? തീർച്ചയായിട്ടും. പിന്നെ വാങ്ങുന്നില്ലെങ്കിൽ ഞരമ്പിനെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടാവും. അതാണ്. അപ്പൊ ഏതാവട്ടെ, വ്യഭിചാരം ഹറാമല്ല എന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്നോട്ടെ, വാങ്ങുവോ വാങ്ങില്ലേ? വാങ്ങും. അങ്ങനെ വാങ്ങി ഇവൻ സന്തോഷപൂർവ്വം ഈ റൂമിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പം തൊട്ടടുത്തുള്ള ആള് പറയുന്നു, 2 ആളാ കൊണ്ടുവന്നത്, ദാ ഒരു കാര്യം ഞങ്ങൾ വിട്ടുപോയി, തൊട്ടടുത്ത് കണ്ടില്ലേ നീ അടച്ചിട്ട് ഭദ്രമായി അടച്ചിട്ട ഒരു റൂം? അതേ കണ്ടു, അത് തുറന്ന് കാണിക്കണമെന്ന് കരുതിയിരുന്നു, മറന്നുപോയതാണ്. അതിങ്ങ് തുറന്നപ്പോ ഇവൻ സുബ്ഹാനല്ലാഹ്, എന്താ ഞാൻ ഈ കാണുന്നത്? എന്താ ഞാൻ ഈ കാണുന്നത്? എന്തേ? തീയന്റെ ഫില്ലറുകൾ, അഗ്നി ഫില്ലറുകൾ ചുട്ടുപഴുത്തിങ്ങനെ നിൽക്കുന്നു, 4-5 എണ്ണം. ഇയാൾ ചോദിച്ചു, എന്താ ഇത്? സുബ്ഹാനല്ലാഹ്, ഇതിലേക്ക് നോക്കാൻ പോലും വയ്യല്ലോ. അതെ, ഈ ചുട്ടുപഴുപ്പിച്ച റൂം എന്തിനാണെന്നറിയോ? ഇന്ന് രാത്രി മുഴുവൻ നിനക്ക് ഇവളുടെ കൂടെ അടിച്ചു പൊളിച്ച് കഴിയാം. നാളെ രാവിലെ ഞങ്ങൾ വരും 8 മണിക്ക്. എന്നിട്ട് നിന്നെയും ഇവളെയും ഇവിടെ നിറക്കിയിട്ട് ഒരു 5 മിനിറ്റ്, എന്ത് 10 മണിക്കൂർ ഈ സുഖമായിട്ട് വിലസിക്കോ. എന്നാല് 5 മിനിറ്റ് നാളെ രാവിലെ വന്നിട്ട് ഈ തീ പില്ലറുകളിൽ നിന്നെയും അവളെയും ഞങ്ങളൊന്ന് ബന്ധിപ്പിക്കും, കെട്ടിയിടും എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ സുഖിക്കാൻ 5 മിനിറ്റ് അല്ലേ എന്ന് കരുതോ? ആ വാങ്ങിയ ചാവി അങ്ങനെ തന്നെ കീ അങ്ങ് വെച്ച് നീട്ടും. അപ്പൊ മറ്റേയാൾ ചോദിക്കുക, എന്തേ? ഒന്നുമല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. എന്താ കാരണം? ശിക്ഷ ബോധ്യപ്പെട്ടു കൂട്ടുകാരാ. ശിക്ഷ മുമ്പിൽ കണ്ടാൽ ബോധ്യപ്പെടും. അവിടെയാണ് മുസൽമാന്റെ പവർ. ഇത് തന്നെയല്ലേ അള്ളയും പറഞ്ഞത്? അള്ള പറഞ്ഞത് ഇതല്ല, ഇതിലേറെ കടുപ്പുള്ളതല്ലേ. അള്ള പറഞ്ഞത് 5 മിനിറ്റ് സുഖിച്ച കാലാകാലം തീ പില്ലറുകളിൽ കെട്ടിയിടുമെന്നല്ലേ. ഫീ അമദിൻ മുമദ്ദദാ, നീളമുള്ള അഗ്നി ഫില്ലറുകളിൽ തളച്ചിടുമെന്നല്ലേ അള്ള പറഞ്ഞത്. എന്നിട്ട് അത് കേട്ടിട്ട് അത് അള്ളാഹുവിന്റെ വചനമാണെന്ന് വിശ്വസിച്ചിട്ട്, അത് അള്ളാഹുവിന്റെ വാക്കുകളാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് എന്തേ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത്?
എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ സങ്കടപൂർവ്വം പറയട്ടെ, ഇപ്പോഴടുത്ത് തൊട്ടടുത്ത് കൊണ്ടോട്ടിക്കടുത്തൊരു സഹോദരി 2 കുട്ടികളെ വെച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വെച്ച് ചെറിയ കുഞ്ഞിനെ കൊണ്ട് മറ്റൊരു കാമുകന്റെ കൂടെ ചാടിപ്പോകുന്നു. അന്ന് ഉച്ചക്ക് പോലും ഭർത്താവിനെ പറ്റിച്ച് വഞ്ചിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് കാപട്യം നടിച്ച് ഭക്ഷണം കഴിച്ച ആ സഹോദരി വൈകുന്നേരമായപ്പോഴേക്ക് പറ്റിച്ചു. 4 മണിക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, സഹോദരിമാരെ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. സഹോദരന്മാരോടും പറയുന്നു, സാഹചര്യങ്ങളാണ് കേട്ടോ എല്ലാവരെയും തകർത്ത് കളയുക. സാഹചര്യം അതൊരിക്കലും ഒരുക്കി കൊടുക്കാൻ പറ്റില്ല. തിന്മ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ സാഹചര്യമാണ്, നിഷേധിക്കരുത്. ഈ ഇറങ്ങിപ്പോയ സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പം മാസങ്ങളായി അവളുടെ കയ്യിലൊരു മൊബൈൽ കണ്ടിട്ട് ഈ ഭർത്താവ് അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ലത്രേ, എവിടുന്ന് കിട്ടി എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇവനെന്നും വരുന്നു, ഭർത്താവ് ഇടയ്ക്കിടെയാണ് വീട്ടിൽ വരുന്നത്, ഇവനെന്നും കടന്നു വരുന്നു. രാത്രിയിൽ അവിടെ അന്തി ഉറങ്ങിയിട്ടാ ഇവൻ എഴുന്നേറ്റ് പോകുന്നത്. ഒരു ഫാൻസി കടക്കാരൻ്റെ കൂടെ ഒരു ചെരുപ്പ് വാങ്ങിയ പരിചയത്തിൽ ഇവൾ കടന്നുപോയ സംഭവം. ഇത് 2 മക്കളെ ഇട്ടാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം അരീക്കോടിന് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളുടെ പേര് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അതാ 4 കുട്ടികളുള്ള ഒരുമ്മ 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. ചെറുപ്പക്കാരനോ, കുട്ടി അല്ലേ, അങ്ങനെയാ പറയേണ്ടത്. 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയി. നാണമില്ലാത്ത ഒരു സമൂഹമായി മാറാൻ പാടുണ്ടോ? ഇത് 2 മുസ്ലിം സഹോദരിമാരാണെന്ന് പറയുമ്പോൾ നമുക്ക് വേദനയില്ലേ? എന്തേ കാരണം? ഈ വ്യഭിചാരത്തിന് അല്ലാഹ് പറഞ്ഞ ശിക്ഷ എത്ര കടുപ്പമുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, സഹോദരിമാര് ചിന്തിക്കണം. വളരെ കടുപ്പമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട സ്വപ്നം, അതൊക്കെ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ചിത്രം, ആ ചിത്രങ്ങളൊക്കെ നമുക്ക് നല്ല ഒരു പാഠമാണ്. അതാ വലിയ ഇടുങ്ങിയ കലത്തിൽ നിന്ന്, മുകൾ ഭാഗം ഇടുങ്ങി അടിഭാഗം വിശാലമായ കലത്തിൽ നിന്ന് വസ്ത്രം ധരിക്കാത്ത സഹോദരന്മാരും സഹോദരിമാരും ഇങ്ങനെ തളച്ച് പൊങ്ങുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചില്ലേ, ഇതാരാണ്? നബിയെ, നിങ്ങളുടെ ഉമ്മത്തിൽ വ്യഭിചരിച്ച ആണും പെണ്ണുമാണ്. നാളെ ചെയ്യുന്ന പണി എന്താണ്? മദ്യപിച്ച ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വ്യഭിചരിച്ച സ്ത്രീ പുരുഷ ജനങ്ങളുടെ ഗുഹ്യസ്ഥാനത്തു നിന്നൊഴുകുന്ന ചീഞ്ഞ ചലം ഇങ്ങനെ മോന്തി കുടിക്കേണ്ടി വരും ഇവർ. അതെത്രമാത്രം പൊള്ളുന്ന ചലമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. നരക വിവരണം വരുന്ന ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഞാനത് പറയും. നോക്ക് നിങ്ങൾ, ഇത് കേട്ടിട്ട് എന്തേ അതിൻ്റെ കാരണം? ഇതിനിങ്ങനെ ഒരു ടച്ച് കൊടുത്തത് എന്തിനാണ്? കള്ള് കുടിച്ചവന് അല്ലെ കുപ്പി പൊട്ടിച്ചാൽ പിന്നെ നിശാസുന്ദരികളിലേക്ക് കൂടുതൽ അകലമുണ്ടാവില്ല. 1ാമത്തെ സ്റ്റെപ്പ് കുപ്പി പൊട്ടിക്കലാണെങ്കിൽ 2ാം സ്റ്റെപ്പ് നിശാസുന്ദരിയെ ആസ്വദിക്കലായിരിക്കും. അങ്ങനെയാണല്ലോ എല്ലാവരും സ്റ്റെപ്പുകൾ കയറി പോകാറുള്ളത്. അങ്ങനെ തന്നെയാണ് നാളെ ശിക്ഷയും കൊടുക്കുന്നത്. എന്നാൽ ഈ ശിക്ഷ കണ്ണിൽ കാണാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇക്കോലത്തിലായി തീർന്നത്. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കടുപ്പമുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നരകത്തിലെ വെള്ളം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് തൊണ്ട ഉരുകിയിട്ട് ഇങ്ങനെ ഒലിക്കുമെന്ന് പറയുന്നത് കാണാം. അതാ ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി അടുത്തേക്ക് കൊണ്ടുവരുമ്പോ മുഖത്ത് നിന്ന് മാംസം കുളും കുളും എന്ന് പറഞ്ഞിങ്ങനെ വീഴുകയാണ്. എണ്ണച്ചണ്ടി ഉരുക്കിയതുപോലെ മുഖങ്ങളെ വികൃതമാക്കുന്ന, മുഖങ്ങൾ പറിച്ച് ഗ്ലാസിലേക്ക് തള്ളുന്ന ആ വെള്ളമാണ് അവർക്ക് കൊടുക്കുന്നത് നരകത്തിൽ നിന്ന് കുടിക്കാൻ. ഈ ശിക്ഷ കണ്ണിൽ കണ്ടില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ അശ്രദ്ധരാവാൻ പാടുണ്ടോ? ഈ ശിക്ഷയെ അവഗണിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ കൺമുമ്പിൽ കാണാൻ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ മോന്തി കുടിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ടല്ലോ. അങ്ങനെ മോന്തി കുടിച്ചു. ആ കുടിയെക്കുറിച്ച് സൂറത്തുൽ വാഖിയ പറഞ്ഞില്ലേ, ഫശാരിബൂന ശുർബൽ ഹീം. ഇത്രയും ചൂടുള്ള വെള്ളം കുടിക്കേണ്ടത് ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കണം.
ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കണം. ഫശാരിബൂന ശുർബൽ ഹീം എന്ന് വിശുദ്ധ ഖുർആനല്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞത്. ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ ഇവിടെ നിന്ന് നേരത്തെ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സമയത്ത് അത് ചൂട് ഓവറായതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് തന്നെ മാറ്റിവെച്ചു, കുടിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ചൂടല്ല, മുഖം പറഞ്ഞ് ഗ്ലാസിലേക്ക് വീഴുന്ന ശക്തമായ ചൂട്, തിളച്ചു പൊള്ളുന്ന വെള്ളം, ആ വെള്ളം കുടിക്കേണ്ടത് ഖുർആൻ പറയുന്നു ഫശാരിബൂന ശുർബൽ ഹീം. അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാൻ പറ്റില്ല. നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് സുലൈമാനി ഭാര്യ കയ്യിൽ തന്നു. ഫസ്റ്റ് ബസ്സിന് പോകണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ കുടിക്കാൻ പറ്റൂ, ശകലം മാത്രമേ കുടിക്കാൻ പറ്റൂ. എന്നാൽ ബസ്സിന്റെ ഹോൺ മുഴങ്ങുന്നത് കേട്ടാൽ തൽക്കാലം കുടിക്കണ്ട എന്ന് വെച്ച് ഗ്ലാസ് അവിടെ വെക്കും. അല്ല, ബസ് കിട്ടണമെന്ന് കരുതി ഒറ്റ മോന്തല് മോന്തിയാൽ അവന്റെ ചങ്ക് മുഴുവനും തകർന്നു പോവുകയാണ്. എന്നാ നാളെ പരലോകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ കുടിക്കാൻ റബ്ബ് അനുവദിക്കില്ല. അല്ലാഹു പറയുന്ന ഫശാരിബൂന ശുർബൽ ഹീം. പോത്ത് കുടിക്കും പോലെ കുടിക്കണം. ദാഹിച്ച പോത്ത് വെള്ളം കുടിക്കൽ വേണോ വേണ്ടേ എന്ന് കരുതിയല്ല, വലിച്ചങ്ങ് കുടിക്കല. അതേ രൂപത്തിൽ കുടിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ കുടിച്ചു. സക്കൂം വൃക്ഷം വയറ് നിറയെ തിന്നു. അതേ വയറ്റിൽ ചെന്നിട്ട് അതിങ്ങനെ മറഞ്ഞു കളിക്കും. അത് മറിഞ്ഞു കളിക്കുന്നു. കൽ മുഹിലി യഗ്ലീ ഫിൽ ബുതൂൻ. എണ്ണച്ചണ്ടി ഉരുക്കിയത് താറുരുക്കുന്നിടത്ത് ചെന്ന് നിന്നാൽ കാണാം പതുക്കെ പതുക്കെ അതിങ്ങനെ കള എന്ന് പറഞ്ഞിങ്ങനെ തിളച്ചു മറിയുന്നത്. അതേ രൂപത്തിൽ വയറ്റിലേക്കൊരൊറ്റ കഷ്ണം സക്കൂം വൃക്ഷമങ്ങ് ചെന്നാൽ അതവിടെ കിടന്നിങ്ങനെ തിളച്ചു മറിയാൻ. അത് തിന്നേണ്ടത് ഒരു കഷ്ണോ 2 കഷ്ണോ ആ കമ്പ് വെട്ടി മുറിച്ച് തിന്നേണ്ടതല്ല. ഒറ്റ കഷ്ണമെത്തിയാലുള്ള ദുരന്തം ഇതാണ്. തിന്നു വയറു വീർപ്പിക്കണം. ഫമാലിഊന മിൻഹൽ ബുതൂൻ. വയറു നിറയെ തിന്നണം കേട്ടോ. ആ വെള്ളം വയറു നിറയെ കുടിച്ചു, ഭക്ഷണവും വയറു നിറയെ കഴിച്ചു. എന്നിട്ട് ആ വെള്ളവും ഭക്ഷണവും കഴിച്ചു നിൽക്കുന്ന മനുഷ്യന് ഇനി ഇതിലും വലിയ അദാബെന്തോ വരാനുണ്ടോ? അതേ ഖുർആൻ പറയുകയാണ്. അല്ലാഹു തആല പറയുന്നു, അവനെ നേരെ കുത്തനെ നിർത്ത്. സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹബീം. ഇനി വയറ്റിക്കൊന്നും കൊടുക്കാൻ പറ്റൂലെങ്കിലേ വെള്ളം ഇതൊക്കെ ദമ്മായി കിടക്കുക, വെള്ളവും ഭക്ഷണം ഇനി വയറ്റിക്ക് ഉള്ളിക്ക് പോവില്ല. എന്നാ മൂർധാവിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തു കൊടുക്കാൻ. ഏത് ഈ ചുടുവെള്ളം മൂർധാവിലേക്ക് പമ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? വായുകൊണ്ട് കുടിക്കാൻ കഴിയുന്ന ചുടുവെള്ളം, വായി കൊണ്ട് കുടിക്കാൻ കഴിയുന്ന ചുടുവെള്ളം. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, മൂർധാവിലേക്ക് പമ്പിംഗ് നടത്തിയാൽ സഹിക്കാൻ കഴിയോ നമുക്കത്? ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും ശക്തമായ ശിക്ഷകൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെയാണ് കൂത്താടി നടക്കുക, അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ശിക്ഷ കൺമുമ്പിൽ കണ്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ നന്നാകുമായിരുന്നു. ശിക്ഷ കണ്ടുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് നമ്മൾ നന്നാവാത്തത്, യാതൊരു സംശയവും വേണ്ട. അതാണ് വഹശിയർ റഹ്മാന ബിൽ ഗൈബ്. കാണാത്ത ശിക്ഷയിൽ പടച്ച റബ്ബിനെ ഭയപ്പെടാൻ കഴിയണം. കാണാത്ത ശിക്ഷ കാരണമായി പടച്ച റബ്ബിനെ ഭയപ്പെടാൻ കഴിയണം. ആ ശിക്ഷക്ക് മാത്രമേ, ആ ഭയപ്പെടലിന് മാത്രമേ മനുഷ്യനെ നേരെ നിർത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ നാളെ സത്യനിഷേധികൾക്ക് വരാനുള്ള ദുരന്തം എന്താണെന്നറിയോ നിങ്ങൾ? പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. വിശ്വസിക്കൂല എന്ന് പടച്ച റബ്ബ്, വിശ്വസിക്കൂല, അവർ താല്പര്യങ്ങൾ പൊട്ടിച്ചെറിയാൻ തയ്യാറാവൂല എന്ന് പറഞ്ഞ വിഭാഗമില്ലേ, ആ വിഭാഗം വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ, എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നാലും ശരി അവർ വിശ്വസിക്കൂല. ശിക്ഷാവചനം സ്ഥിരപ്പെട്ട ടീം. വേദനാജനകമായ ശിക്ഷ കാണുന്നത് വരെ അപ്പൊ വിശ്വസിക്കും. അപ്പോൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. സൂറത്തു യൂനുസിന്റെ 96-97 ആയത്തിൽ നമുക്ക് കാണാം. ഇനി നിങ്ങൾ നോക്കുക, ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ കാണാത്ത ശിക്ഷയിൽ ഭയപ്പെടാൻ തയ്യാറാവണം, ഗൈബ് കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാവണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം.
ഇനി കാണാത്ത റബ്ബിനെ ഭയപ്പെടുക. വഖശിയ റഹ്മാന, റബ്ബിനെ ഭയപ്പെടുക. ബിൽ ഗൈബി, കാണാതെ, റബ്ബിനെ കണ്ടിട്ടില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ജിബ്രീൽ ചോദിച്ചപ്പോ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. ഇവിടെ നിരീക്ഷകർ ഒരുപാടുണ്ട്. ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചോടുന്നോ എന്ന് നോക്കാൻ, രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ, നിയമം കയ്യിലെടുക്കാൻ കുറെ നിരീക്ഷകർ കാത്തുനിൽക്കുന്നു. ഈ നിരീക്ഷകരായ മനുഷ്യ നിരീക്ഷകരുടെ മുമ്പിൽ അവരെ നമ്മൾ കണ്ണുവെട്ടിക്കുന്നത് കണ്ടില്ലേ? അവരെ കാണുമ്പോൾ മാത്രം ട്രാഫിക് നിയമം പാലിക്കും, പോലീസ് ഇല്ലെങ്കിൽ ട്രാഫിക് നിയമം പാലിക്കില്ല. അതെ, ആ ജാട കൊണ്ട് കാര്യമില്ല, താൽക്കാലിക നാട്യങ്ങളെ കൊണ്ട് കാര്യമില്ല. കാണാത്ത ഒരു ശക്തിയിൽ പേടിക്കണം, അപ്പോഴേ രാജ്യം നേരെ നിൽക്കൂ. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വേണ്ട എന്നല്ല, നിയമപാലകർ വേണ്ട എന്നല്ല, അതൊക്കെ പരിമിതമാണ്. മാത്രവുമല്ല, ഇനി പോലീസ് കണ്ടാൽ തന്നെ അവനും നമ്മുടെ വർഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ എന്തിനാ നിയമം ലംഘിക്കുന്നത്? നമ്മൾ എന്തിനാ കള്ളക്കടത്ത് നടത്തുന്നത്? നമുക്ക് 10 കാശ് ഉണ്ടാക്കാനല്ലേ? ആ വീക്ക്നെസ് പോലീസിനുമുണ്ട്. നീ ഒന്നും ചെയ്യല്ല മോനെ, കടലാസൊക്കെ ക്ലിയറാക്കി തരണം, എന്നെ ചുവപ്പ് വരക്കാൻ പാടില്ല, റെഡ് ലൈൻ എനിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു തവളക്കണ്ണൻ എടുത്ത് പോലീസുകാരന് നീട്ടിയാൽ പോലീസുകാരനും വീണു. അതുകൊണ്ടാണ് സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ നിരീക്ഷകരാക്കി വെക്കാൻ പാടില്ല എന്ന് കണ്ടപ്പോ, അവിടെ പലപ്പോഴും വശീകരിക്കപ്പെടൽ നടക്കുന്നു എന്ന് കണ്ടപ്പോ നിരീക്ഷണ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയാണ്. എന്നാൽ പിന്നെ ഇത്തരം ചാബല്യങ്ങൾ ഉണ്ടാവൂല. യന്ത്രങ്ങൾ കൈക്കൂലി വാങ്ങൂലല്ലോ, ചാബല്യങ്ങൾ കുറയുമെന്ന് കരുതി. എന്നാലും അത് പ്രവർത്തിപ്പിക്കുന്നവരും അതിന് നേതൃത്വം നൽകുന്നവരും ഒരുപക്ഷെ കള്ളന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തേക്കാം. ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമായ ഒരു സംവിധാനമുണ്ടെങ്കിൽ കാണാത്ത ഒരു മഹാശക്തിയെ ഭയപ്പെടാൻ കഴിയണം. അവനോ എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നുമുണ്ട്. നോക്ക് നിങ്ങൾ, അമേരിക്കയുടെ ഉപഗ്രഹ ചാനലുകളുടെ ചാരക്കണ്ണിൽ നിന്ന് പോലും ബില്ലാദനെ പോലുള്ളവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ണുവെട്ടിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതേ, രാജ്യത്ത് നീതി പുലരണോ? രാജ്യത്ത് സമാധാനം വേണോ? രാജ്യത്ത് മതമൈത്രി പുലരണോ? അതിനൊക്കെ വേണ്ടത് വഖശിയ റഹ്മാന ബിൽ ഗൈബ്, കണ്ണിൽ കാണാത്ത റബ്ബിനെ ഭയപ്പെടാൻ തയ്യാറാവണം. വിശുദ്ധിയുടെ മൂടുപടങ്ങൾ അണിഞ്ഞ പല സഭകളും അതുപോലെ തന്നെ പല വേദികളുമൊക്കെ നാറിക്കൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഇല്ലാതെ പോയതാ. കാണാത്ത റബ്ബ്, ഞാൻ അങ്ങോട്ട് കാണാത്ത എന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് ഇതെല്ലാം അറിയുന്നുണ്ട്. ഇവിടത്തെ നിരീക്ഷകർ ഉറങ്ങിയേക്കാം, ഇവിടത്തെ നിരീക്ഷണ യന്ത്രങ്ങൾ തകരാറ് പറ്റിയേക്കാം, പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടേക്കാം, ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ അല്ലാഹു ആകുന്ന നിരീക്ഷകൻ ഉറങ്ങുമോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എപ്പോഴും നിന്നെ നിരീക്ഷിക്കുകയാണ്, എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, അവൻ ഉറങ്ങൂല എന്നല്ല, ഒരു ചെറിയ ആട്ടം ഇല്ല, ഒരു തൂങ്ങല്, ഒരു മയക്കം പോലും വരൂല. ലാ തഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു, കൂർക്കം വലിച്ച് എന്തായാലും ഉറങ്ങൂല, ഒരു ചെറിയ മയക്കം പോലും സംഭവിക്കില്ല. അല്ലാഹു എങ്ങാനും ഒരൊറ്റ നിമിഷം ഈ ലോകം മൊത്തം ചലിക്കുന്നതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ നിയന്ത്രണമുണ്ട്. ഖയ്യൂമാണവൻ, അവൻ നിയന്ത്രിച്ചിട്ടാണ് ഇത് ചലിക്കുന്നത്. അപകടങ്ങളില്ലാതെ ഗോളങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ നിമിഷങ്ങാനും അല്ലാഹു ഒന്നങ്ങോട്ട് ആടിപ്പോയാൽ കഴിഞ്ഞു, എല്ലാ സിസ്റ്റങ്ങളും തകരും. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ സമയത്തും അവനവന്റെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബദ്ധശദ്ധനാണ്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ടപ്പോ ഇതാ പറഞ്ഞത്, കാണാത്ത റബ്ബിനെ ഭയപ്പെടാൻ തയ്യാറാണോ? അവിടെ മാത്രമേ നന്മ പുലരൂവെന്ന് നമുക്ക് ധൈര്യമായി പറയാവുന്നതാണ്. ഇനി ആ കാണാത്ത റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി ചേർക്കാതിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടല്ലോ, സംഭവം നമുക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ആ പെൺകുട്ടി കാണാത്ത റബ്ബിനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണെന്ന് കണ്ടപ്പോ തന്റെ മകനെ കൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്.
ഇനി നമുക്ക് ഒരൊറ്റ ഒന്നും കൂടെ പറയാം. രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കണം. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അല്ലാഹനെ പേടിക്കണം. ബിൽ ഗൈബ്, മനുഷ്യന്റെ സാന്നിധ്യത്തിൽ അല്ലാഹനെ പേടിക്കും, മനുഷ്യന്റെ അഭാവത്തിലും വേണം പേടിക്കാം. രഹസ്യ ജീവിതത്തിൽ മനുഷ്യന്റെ ഇടയിൽ ഏതാകുന്ന തഖ്വ അഭിനയിക്കുന്നവരുണ്ട്, മനുഷ്യന്റെ ഇടയിൽ ഭക്തി അഭിനയിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, പക്ഷേ എന്റെ കഥ എന്താണെന്നറിയാൻ ഈ പാവപ്പെട്ടവന്റെ രഹസ്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തി നോക്കാൻ കഴിഞ്ഞെങ്കിലേ ഞാൻ എത്രത്തോളം വൃത്തികെട്ടവനാണെന്ന് നിങ്ങൾക്ക് തിരിയൂ. ഇതാ രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറാവണം കേട്ടോ, എന്നെങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന്. ധാരാളം വിഷയങ്ങൾ ഈ വിഷയ സംബന്ധമായി പറയാനുണ്ട്. അപ്പൊ റിയായിന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി അമലു ചെയ്യരുത്, ഒരിക്കലും ചെയ്തുകൂടാ. ഒറ്റ കാര്യവും കൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇമാം ബുസീരിയുടെ ഒരൊറ്റ ബൈത്ത് ചൊല്ലിയിട്ട് കുറേ കാര്യങ്ങൾ പറയണം, സംഭവങ്ങൾ പറയണം എന്നൊക്കെ കരുതിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നാളെ നമുക്ക് തുടർന്ന് സംസാരിക്കാം. നാളെ നമ്മൾ സംസാരിക്കുന്ന വിഷയം കരുതണം, നാം അറിയാതെ നിക്ഷേപം വർദ്ധിക്കും എന്ന തലക്കെട്ടിലാണ് നാം സംസാരിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളാ പറയാൻ പോകുന്നത്. എൻ്റെ സഹോദരന്മാരെ, റിയാഇന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി അമലു ചെയ്യരുത് കേട്ടോ. വറാഇഹാ വഹിയ ഫിൽ അഅ്മാലി സായിമത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ ഫലാ തുസിമീ. റിയാഇന് വേണ്ടി അമലു ചെയ്യണ്ട. നല്ല നല്ല അമലുകളിൽ നിന്റെ ശരീരം മേയുമ്പോൾ തന്നെ, മേഞ്ഞു നടക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തെ, ആത്മാവിനെ നീ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. വറാഇഹ വഹിയ ഫിൽ അഅ്മാലി സായിമത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ. അതിൻ്റെ മേച്ചിൽ പുറങ്ങളിൽ അതിന് അനുവദിക്കാത്ത വല്ല വിഷപ്പുല്ലുകളും അത് കടിക്കുന്നുണ്ടെങ്കിൽ, വല്ല അനുവദിക്കപ്പെടാത്ത മധുരമുള്ള വിഷപ്പുല്ലും കടിക്കുന്നുണ്ടെങ്കിൽ, അതാ ഫലാ തുസിമീ, പിന്നെ അവിടെ വെച്ച് ആ മൃഗത്തെ മേക്കല്ല, നിന്റെ ശരീരത്തെ ഉടനെ പിൻവലിക്കണം. നിനക്ക് ജനങ്ങൾ കാണുന്നതിലൊരു സുഖം തോന്നുന്നുണ്ടോ? സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിർത്തിക്കാളാ, അതുകൊണ്ടൊരു കാര്യവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമുക്കൊരു മൗലായ ചൊല്ലി പിരിയാം. വറാഇഹാ വഹിയ ഫിൽ അഅ്മാലി സായിമത്തുൻ വഇൻ ഹിയസ്തഹലത്തിൽ മർആ ഫലാ തുസിമീ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പോൾ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. ബിൽ ഗൈബ് എന്ന പ്രയോഗം ഖുർആനിൽ 1 ഡസൻ തവണ വന്നിട്ടുണ്ട്, 12 തവണ. അതിൽ 6 തവണയും അല്ലാഹുവിനെ ഭയപ്പെടുന്നതുമായിട്ടാണ് അത് വന്നത്. ആയത്തുകളോതാൻ സമയമില്ല, അതിന്റെ നമ്പർ മാത്രം പറയാം. സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ ആയത്ത്, സൂറത്തുൽ അംബിയായിലെ 49-ാമത്തെ ആയത്ത്, സൂറത്തു ഫാത്തിറിലെ 18-ാമത്തെ ആയത്ത്, സൂറത്തു യാസീനിലെ 11-ാമത്തെ ആയത്ത്, സൂറത്തു ഖാഫിലെ 33-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുൽക്കിലെ 12-ാമത്തെ ആയത്ത്. ഇത്രയും ആയത്തുകളിൽ ബിൽ ഗൈബ് എന്ന് പറഞ്ഞത് 6 സ്ഥലത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാ വന്നത്. ചിന്തിക്കാൻ പാഠമുണ്ടതിൽ. രഹസ്യ ജീവിതത്തിൽ അള്ളാഹിനെ പേടിക്കണം, അവനെ നന്നാവൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ സദസ്സ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇതേ സമയത്ത് തന്നെ നാളെയും ആരംഭിക്കും. കുറേ ആളുകൾ പല ഇടങ്ങളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു, പ്രവർത്തകർക്കും അതിന് സാധിക്കാത്തത് കൊണ്ടാണ് 7 to 9 പോരാ 10 വേണം എന്ന് നിർബന്ധിച്ച് കുറേ ആളുകൾ ഇന്ന് ഫോൺ മുഖേന സംസാരിച്ചിരുന്നു, പ്രവർത്തകരോടും സംസാരിച്ചിരുന്നു. ഒരിക്കലും സാധിക്കാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും വാഹന സൗകര്യം മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ 9:10 ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യേകം എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ്.